വെൽക്കം ബാക്ക് ടു അഡ്വൈസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഇന്ന് ഞാൻ വേറെ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു യാത്ര പോയതിൻ്റെ ജസ്റ്റ് ഒരു വ്ളോഗ് പോലെ ഫുള്ളായിട്ടൊരു ലെങ്തി വീഡിയോ ഇടാൻ വിചാരിച്ചു. ഓക്കെ, ഞാൻ അങ്ങനെ രാത്രി തന്നെ ബാംഗ്ലൂരേക്ക് ബസ് ബുക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ ബാംഗ്ലൂർ പോകാനെന്നല്ല വിചാരിച്ചത്, സത്യം പറഞ്ഞാൽ ഒരു ലോങ് ട്രിപ്പ് അടിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. സംഭവം ഫ്ലോപ്പ് ആയതോടുകൂടി ഞാൻ ബാംഗ്ലൂരേക്ക് ബസ് ബുക്ക് ചെയ്തു, ബാംഗ്ലൂർ എത്തി. അങ്ങനെ ബാംഗ്ലൂർ സ്ഥലം ഫസ്റ്റ് ടൈമാണ് ഞാൻ വിസിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. ബാംഗ്ലൂർ ഇറങ്ങിയത് ഒരു അയ്യപ്പ ടെമ്പിളിൻ്റെ അടുത്താണ്. രാവിലെ തന്നെ അവിടെ നിന്നൊരു പ്രസാദം കിട്ടി. ജസ്റ്റ് പുറത്തുനിന്ന് പ്രാർത്ഥിച്ച് ജസ്റ്റ് തൊഴുത് ആ പ്രസാദം കഴിച്ച് ഞാൻ ഇറങ്ങി. ജസ്റ്റ് ഞാൻ അവിടെയുള്ള കുറച്ച് നടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഏകദേശം ഒന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ആദ്യം തന്നെ എന്ത് വെച്ചാൽ ബസ്സൊന്ന് പരിചയപ്പെട്ട് കേൾക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഊബർ വിളിച്ചാൽ മതി, അല്ലാണ്ട് ഓട്ടോറിക്ഷ വിളിച്ചാലൊക്കെ നല്ല ടാക്സി പൈസയൊക്കെ നല്ല കൂടുതലാണ്. അങ്ങനെ ഊബർ വിളിച്ച് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്ത് ഊബർ വിളിച്ചൊരു ഏട്ടനെ കൊണ്ട് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു. സാർ ഏട്ടൻ ജസ്റ്റ് എന്താ പറയുക എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു. അത്യാവശ്യം പൈസ കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക ഒന്ന് ബാംഗ്ലൂർ സിറ്റി മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ. ഓക്കെ, അതിൽ തന്നെ ഞങ്ങൾ പോയത് മറ്റേ വിദാസോദ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടേക്ക് ജസ്റ്റ് പോയി സ്ഥലം പുറത്തുനിന്ന് കണ്ട നല്ല വെയിലാണ്. അപ്പോൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായി ഇതാദ്യമായിട്ട് കണ്ടപ്പോൾ. ബാംഗ്ലൂർ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല, എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാത്ത സമയത്താണ് ഈ ഒരു ചേട്ടനെ കണ്ടുപിട്ടിയത് ആ ഒരു ഊബർ വഴി. അങ്ങനെ ജസ്റ്റ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് രണ്ടൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ അവിടെ നിന്ന് ഇറങ്ങി താങ്ക് യു പറഞ്ഞു പോയി. രാവിലെ തന്നെ ഫുഡിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ബാഗിലിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് വലിയ പ്രശ്നം വന്നില്ല. പൈസ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ചിലവഴിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ച് ബാംഗ്ലൂർ പാലസിലേക്ക് എത്തിയിരിക്കുന്നു ഗായ്സ്. ബാംഗ്ലൂർ പാലസ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ദിവസം കൊണ്ട് മൊത്തം കവർ ചെയ്യാൻ പറ്റില്ല എന്ന് ഷുവറാണ്. പക്ഷെ എന്നാലും എൻ്റെ ഒരു മനസ്സിൽ അവിടെ റൂം എടുക്കാന്നുള്ള മൈൻഡിലല്ല ഞാൻ പോയത്. എന്നാലും ജസ്റ്റ് ബാംഗ്ലൂരൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകണമെന്ന് തോന്നി. അങ്ങനെ ബാംഗ്ലൂർ പാലസ് പോയി ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി നോക്കിയപ്പോൾ 300 രൂപയെന്ന് തോന്നുന്നു. ആദ്യം ബാക്ക് അടിച്ച് ബാക്കോട്ട് പോയെങ്കിലും പിന്നെ അച്ഛൻ പറഞ്ഞ് എന്തായാലും അവിടെ വരെ പോയതല്ലേ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി കണ്ടുപോരുന്നതാണ്. അങ്ങനെ ജസ്റ്റ് ഉള്ളിൽ ടിക്കറ്റ് എടുത്ത് ജസ്റ്റ് കംപ്ലീറ്റ് കണ്ട് ഗൈസ്. അടിപൊളിയാണ്, അത്യാവശ്യം കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ്റെ ഉള്ളിൽ നല്ല രസമാണ്. കുറേ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു വൈബുള്ള സ്ഥലമാണ്. ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളെ ബാംഗ്ലൂർ പാലസ് എത്തിയിരിക്കുകയാണ്. നമ്മളൊരു ഫ്രണ്ടിനെ കണ്ടുണ്ട്. ഹായ്. Hey, Where are you from? I'm from Japan. Hi. Hey. How is this? How is this? Yeah, good. Just relaxing here. So you think it's Thank you. குழம்பாமல் யாருடைத்தாலும் சிரிக்கின்ற பொம்மை போலே நான் ഇത്തിരി പേടി എന്താ വെച്ചാൽ അവിടുത്തെ നമുക്ക് കേരള ഫുഡ് കിട്ടുന്നതായിരുന്നു. നമ്മളെ ആ ബാംഗ്ലൂർ പാലസ് കണ്ട് ഇറങ്ങിയപ്പോൾ ഊബർ ട്രൈ ചെയ്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടും വണ്ടി എത്തിയില്ല. ലാസ്റ്റ് നമ്മൾ വിചാരിച്ചൊരു ഒന്നര കിലോമീറ്റർ നടക്കാനല്ല നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു കേരള മെസ്സിൻ്റെ ഫുഡ് കഴിക്കാനുള്ള രീതിയിലാണ് പോകുന്നത്. പോയി നോക്കുക. അങ്ങനെ നടന്ന് ക്ഷീണിച്ചപ്പോൾ അവിടെ മറ്റേ ഇളനീര് പോലുള്ള സാധനം കുടിക്കാൻ കിട്ടി. 25 രൂപയാണ്. അപ്പോൾ അത് വാങ്ങി കുടിച്ചു. അപ്പോൾ ഏകദേശം അത് വാങ്ങി കുടിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ മാറി കിട്ടി. അപ്പോൾ അങ്ങനെ പിന്നെയും നടക്കാൻ തുടങ്ങി. കുറേ ഇടയിൽ കൂടെയൊക്കെ വന്നതിന് ശേഷം ലാസ്റ്റ് നമ്മളൊരു കേരള ഹോട്ടൽ കണ്ടെത്തി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെയും നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ ഫിഷ് അക്വേറിയത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയത്. അവിടെ കയറിയപ്പോൾ നല്ലൊരു പീസ് സമാധാനം വൈബാണ്. കുറേ ഫിഷിനൊക്കെ കാണാൻ പറ്റി, നല്ലൊരു മൈൻഡൊക്കെ ക്ലിയറായി, അത്യാവശ്യം നല്ലൊരു ശാന്തി സമാധാനമായി എന്നൊക്കെ പറയാം. ഏകദേശം ഒരു വലിയൊരു ചില്ലപ്പായില്ലെങ്കിൽ ചെറിയ രീതിയിൽ കുറച്ച് ചില്ലപ്പായി, കുറച്ച് നല്ല നല്ല ഫിഷിനൊക്കെ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ കുറച്ച് വെറൈറ്റി ഫിഷിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചത്. ഈ അക്വേറിയത്തിൻ്റെ ഒക്കെ മുകളിലേക്ക് ഓക്കെ, ബാംഗ്ലൂർ ട്രിപ്പ് അവസാനിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ പിന്നെയും മനസ്സിലൊരു ശങ്ക, അടുത്ത ട്രിപ്പ് വേറെ എങ്ങോട്ടെങ്കിലും പിടിക്കണമല്ലോ. നേരെ കയറി തഞ്ചാവൂരേക്ക്. ഓക്കെ, അങ്ങനെ തഞ്ചാവൂർ എത്തിയപ്പോൾ തന്നെ ഒരു കറ്റാർവാഴൻ്റെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട്. കണ്ടപ്പോൾ തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ചെയ്യുന്ന ബിസിനസ്സൊക്കെ ഇത്രയും ക്ലിക്കായി തുടങ്ങിയെന്ന് മനസ്സിലായി. കറ്റാർവാഴ അത്രയും ഹെൽത്തിന് നല്ലതെന്ന് മനസ്സിലായിട്ട് ആൾക്കാർ ജ്യൂസ് അടിച്ച് കുടിക്കാൻ തുടങ്ങി എന്നുള്ളത് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ നിങ്ങളൊക്കെ ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, കറ്റാർവാഴ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഗൈസ്.
ഓക്കെ, ഇതൊരു ഫിഷിൻ്റെ എല്ലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ സ്റ്റാറ്റു പോലെ വെച്ചിട്ടുള്ളത് ഒരു ഫിഷിൻ്റെ എല്ലാണ്. എന്തോ ഒരു വലിയ ഷാർക്ക് എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഇതാണ് എല്ലാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ജസ്റ്റ് കാണാൻ സാധിക്കും. ചുവന്ന ഭൂമി വീണ്ടും താരകങ്ങൾ സാഗരങ്ങൾ ജാലകങ്ങൾ ഗോപുരങ്ങൾ പൂവുകൾ മോഹങ്ങൾ ചെമ്മാനം താനേ മാലിക്കാറായി മണ്ണിൻ മേലെ പെയ്യും കാൽത്താളം സഞ്ചാരിക്കാറ്റായി പച്ചക്കടലിൽ മുങ്ങിത്താഴാനെത്തും ഈ ലോകം കാഹളങ്ങൾ കാതിലാളും കൈത്തടങ്ങൾ ജ്വാലയാകും ഭൂമി ചുവന്ന ഭൂമി വീണ്ടും താരകങ്ങൾ സാഗരങ്ങൾ ജാലകങ്ങൾ ഗോപുരങ്ങൾ പൂവുകൾ ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ തഞ്ചാവൂരിലെ ബേർഡ്സ് പാർക്കിൽ എത്തിയിരിക്കുകയാണ്. ബേർഡ്സ് പാർക്കിൻ്റെ രംഗങ്ങളൊക്കെ നമുക്ക് കാണാം. അത് ഓസ്ട്രിച്ച് ബ്രീഡിംഗ് ആണ്. ഇതാണ് ഗൈസ് നമ്മളെ ഓസ്ട്രിച്ച്. ഇതാണ് സാധനം. സംഭവം നല്ല ആക്രാന്തത്തിലാണ്. ഈ ഒരു ഇലക്കായിട്ടുള്ള ആക്രാന്തമാണ് ഗൈസ്. ഒന്ന് കൊടുത്തു, അപ്പോൾ മറ്റവന് ഇവിടെ നോക്കിക്കാണല്ലോ. അപ്പോൾ ഇവന് മാത്രമേ കൊടുക്കാനൊക്കെ മോശമില്ല. ഗൈസ് ഒരിക്കലും മുകളിൽ കൂടെ കൊടുക്കരുത്. നമ്മൾ താഴത്ത് കൂടെ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ എത്ര വേണമെങ്കിലും കഴുത്തതാവും. ഇങ്ങനെ കൊടുക്കുക. കൈ ശ്രദ്ധിക്കണം ഗൈസ്. കണ്ടോ, കടിച്ചെടുത്ത് എത്ര വേണമെങ്കിലും ഒടിയൊരു പാമ്പിനെ പോലെയാണ് ഇവരെ കഴുത്ത് കളിക്കുക. நான் என்பது யாரோ பெருந்திரளினிலே நான் என்பதை வீசி எழுந்தேனே மனமே தான் என்பது போகும் பெருங்கணத்தினிலே கூவி வாவென்றொரு வாழ்க்கை சிறு குரலாய் அருளாய் பேச போகாதொரு ஆழம் தேடி நீந்தி நீந்தி மூழ்கி போவேன் வாழாதொரு வாழ்வை தீண்டி தளி 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 தளிகள் பூப்பேன் காணாதொரு வெளிச்சத்தில் என்னை நானே அடமுழுதாய் பார்ப்பேன் வீழாதொரு நிலையிலே அடவித்தேறி சத்தேறி சித்தேறி விதப்பேன் நாள் என்பது மெய்ஞான போதம் இப்போதில் 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 எல்லாம் போல் என்பது பகட்டு வாழவே இப்போதில் 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 எல்லாம் நாள் என்பதும் பொய்யான காலம் இப்போதில் 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 எல்லாம் தேங்குதே தெளிந்த ஞானமே கேட்க கேட்க ஓசை மீறி கேட்கிறேனே
മാക്സിമം നിങ്ങൾ സ്ഥലങ്ങളൊക്കെ കാണുക. കിട്ടുന്ന ചെറിയ മൊമെൻ്റ് ആണെങ്കിലും ചെറിയ പൈസ ആണെങ്കിലും അത് വെച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പഠിക്കുക. ഓക്കെ താങ്ക് യു. എൻ്റെ സോളോ ട്രിപ്പ് അവസാനിക്കുന്നില്ല, ഇനി മുന്നോട്ട് പോകും. താങ്ക് യു.